ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 2026 റിലീസായ അനോമി എന്ന മലയാളം മൂവിയുടെ എക്സ്പ്ലനേഷൻ ആണ്. ഒരേ രീതിയിൽ കണ്ടെത്തുന്ന മൃതദേഹങ്ങൾ. പക്ഷെ എന്തിനിങ്ങനെ ചെയ്തുവെന്നോ കൊലയാളി ആരാണെന്നോ തിരിച്ചറിയാനാവുന്നില്ല. വളരെ ത്രില്ലിംഗ് ആയ ഒരു കിടിലൻ ക്രൈം മൂവിയാണിത്. അപ്പൊ ഇനിയും പറഞ്ഞ് ലാഗടിപ്പിക്കാതെ നമുക്ക് നേരെ മൂവിയിലേക്ക് പോകാം. മൂവിയുടെ തുടക്കത്തിൽ ഫോറൻസിക് ജോലി ചെയ്യുന്ന സാറയെയും അവളുടെ അനിയൻ സിയാനെയുമാണ് കാണിക്കുന്നത്. കുറച്ചു നാളുകൾക്ക് മുമ്പ് അച്ഛനമ്മമാരുടെ ആനിവേഴ്സറി ആഘോഷിക്കാനായി സാറയും സിയാനും അവരോടൊപ്പം കാറിൽ പോകുന്ന സമയത്ത് സിയാൻ പാർട്ടി പോപ്പർ ബ്ലാസ്റ്റ് ചെയ്യുകയും ഡ്രൈവിംഗിൽ നിന്ന് ശ്രദ്ധ തെറ്റി കാർ ആക്സിഡന്റ് ആവുകയും ചെയ്യുന്നു. ആ ആക്സിഡന്റിൽ അവരുടെ മാതാപിതാക്കൾ മരണപ്പെടുകയും സിയാന സാറയും മാത്രം രക്ഷപ്പെടുകയും ചെയ്യുന്നു. അന്നത്തെ ആ സംഭവത്തിന് ശേഷം മാതാപിതാക്കളെ നഷ്ടപ്പെട്ട വേദനയിലും അവരുടെ മരണത്തിന് കാരണക്കാരൻ താനാണെന്ന കുറ്റബോധം കൊണ്ടും സിയാൻ ആകെ ഡിപ്രഷനിലേക്ക് പോകുന്നു. പലതവണ സൂയിസൈഡ് ചെയ്യാൻ പോലും ശ്രമിച്ച സിയാനെ സാറ തന്റെ കരുതൽ കൊണ്ട് ട്രീറ്റ്മെന്റിലൂടെയും പഴയ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. നെക്സ്റ്റ് സീനിൽ നീരജ് എന്നൊരു ചെറുപ്പക്കാരന്റെ ഡെഡ് ബോഡി സൂയിസൈഡ് ചെയ്ത നിലയിൽ ഒരൊഴിഞ്ഞ വീട്ടിൽ നിന്ന് കണ്ടെത്തുന്നതാണ് കാണിക്കുന്നത്. നീരജിന്റെ അച്ഛന്റെ തന്നെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു ആ പഴയ വീട്. നീരജ് ചില മാനസിക ബുദ്ധിമുട്ടുകളുള്ള ആളായതെന്നും മുൻപ് 1-2 തവണ ഇതുപോലെ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും നീരജിന്റെ മാതാപിതാക്കൾ പോലീസിനോട് പറയുന്നു. മാത്രമല്ല ഈ വീട് അവന് വളരെ ഇഷ്ടമായിരുന്നെന്നും ഇടയ്ക്കൊക്കെ തനിച്ചിരിക്കാനായി അവൻ ഇവിടേക്ക് വരാറുണ്ടായിരുന്നെന്നും നീരജിന്റെ പേരൻസ് പറയുന്നു. ACP മുഹമ്മദ് ജിബ്രാനാണ് കേസിന്റെ ചുമതല ലഭിച്ചിരുന്നത്. പക്ഷെ ബോഡിക്കരികിലേക്ക് പോകാതെ ASI മനോജിനോട് കേസിന്റെ വിവരങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുക മാത്രമാണ് ജിബ്രാൻ ചെയ്യുന്നത്. മനോജ് ജിബ്രാനോട് നീരജിന്റെ ബാക്ക് ഹിസ്റ്ററി പറയുന്ന സമയത്താണ് ഫോറൻസിക് ടീമിൽ നിന്നും സാറ അവിടേക്ക് വരുന്നത്. പ്രൊസീജിയേഴ്സ് അനുസരിച്ച് സാറ ഡെഡ് ബോഡിക്കരികിൽ നിന്ന് എവിഡൻസ് കളക്ട് ചെയ്യുകയും ബോഡി അനലൈസ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോഴേക്കും കാര്യങ്ങളൊക്കെ മനോജിനെ ഏൽപ്പിച്ച് ജിബ്രാൻ അവിടെ നിന്ന് പോകുന്നു. നീരജിന് ബോഡിക്കരിയിൽ നിന്നും കിട്ടിയ ആന്റി ഡിപ്രസന്റ് ടാബ്ലറ്റ് കാണുമ്പോൾ സാറയ്ക്ക് അവളുടെ അനിയൻ സിയാനെയാണ് ഓർമ്മ വരുന്നത്. പ്രൊസീജിയേഴ്സ് പൂർത്തിയാക്കിയ ശേഷം സാറ ഉടൻ തന്നെ സിയാനെ കോൾ ചെയ്യുന്നു. സിയാന സാറയും താമസിക്കുന്ന ഫ്ളാറ്റിന്റെ തൊട്ടടുത്ത ഫ്ളാറ്റിൽ അവരുടെ കോമൺ ഫ്രണ്ടായ ഡോക്ടർ ആൽബിയും താമസിക്കുന്നുണ്ടായിരുന്നു. ആൽബി അവിടെ ബേസ്മെന്റിലുണ്ടെന്നും നീ അവനോട് ഓഫീസിലേക്ക് വന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഡോക്ടറിനെ പോയി കാണാമെന്നും സാറ സിയാനോട് പറയുന്നു. പക്ഷെ അടുത്ത അപ്പോയിന്റ്മെന്റിനുള്ള സമയം ആയിട്ടില്ലല്ലോ എന്ന് സിയാൻ പറയുന്നെങ്കിലും നമുക്ക് എന്തായാലും ഡോക്ടറിനെ ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്ന് സാറ അവനോട് പറയുന്നു. നെക്സ്റ്റ് സീനിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു വൈകുന്നേരം ജോലി കഴിഞ്ഞ് സാറ ഫ്ളാറ്റിലേക്ക് വരുന്നതാണ് കാണിക്കുന്നത്. ബെല്ലടിച്ചിട്ട് തുറക്കാതെ വരുമ്പോ സ്പെയർ കീ ഉപയോഗിച്ച് അവൾ അകത്ത് കയറുന്നു. പക്ഷെ അവിടെയെങ്ങും സിയാൻ ഉണ്ടായിരുന്നില്ല. ആകെ പേടിച്ചു പോകുന്ന സാറ സിയാന്റെ നമ്പറിലേക്ക് കോൾ ചെയ്ത് നോക്കുന്നെങ്കിലും മൊബൈൽ സ്വിച്ച് ഓഫ് എന്നാണ് കേൾക്കുന്നത്. ശേഷം സാറ അന്ന് രാവിലെ സിയാൻ അവൾക്ക് ലാസ്റ്റ് അയച്ച വോയിസ് മെസ്സേജ് ഒന്നുകൂടി കേട്ടു നോക്കുന്നു. രാവിലെ സാറ വിളിച്ചിട്ട് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് സിയാൻ അയച്ച വോയിസ് മെസ്സേജ് ആയിരുന്നു അത്. ഫ്ളാറ്റിൽ നിന്നും ബോറടിച്ചപ്പോ ഞാൻ സൽമാന്റെ ബെഡ് ഷോപ്പ് വരെ വന്നതാണെന്നും ഇപ്പൊ തന്നെ ഫ്ളാറ്റിലേക്ക് വരുവാണെന്നുമായിരുന്നു ആ വോയിസ് മെസ്സേജിൽ ഉണ്ടായിരുന്നത്. ശേഷം സാറ ഉടൻ തന്നെ ഫ്ളാറ്റിലെ സെക്യൂരിറ്റിയുടെ അടുത്ത് ചെന്ന് സിയാനെ കണ്ടിരുന്നു എന്ന് തിരക്കുന്നു. സിയാൻ രാവിലെ അവന്റെ പെറ്റ്കാറ്റിനെ കൊണ്ട് പുറത്തേക്ക് പോകുന്നത് കണ്ടിരുന്നെന്നും പക്ഷെ തിരിച്ചു വരുന്നത് കണ്ടിട്ടില്ലെന്നും സെക്യൂരിറ്റി മറുപടി പറയുന്നു. ശേഷം സാറ ആൽബിയെ കോൾ ചെയ്ത് സിയാനെ ഇന്ന് കണ്ടിരുന്നു എന്ന് തിരക്കുമ്പോ കണ്ടിട്ടില്ലെന്ന് ആൽബി മറുപടി പറയുന്നു. സിയാനെ കാണാതെ സാറ ഒരുപാട് പാനിക്കാണെന്ന് മനസ്സിലായതും നീ ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ടെന്നും അവൻ സൽമാന്റെ അടുത്ത് കാണുമെന്നും ആൽബി അവളോട് പറയുന്നു. ശേഷം സാറ നേരെ സൽമാന്റെ പെറ്റ് ഷോപ്പിലേക്ക് ചെല്ലുമ്പോഴേക്കും ആൽബി അവിടേക്ക് വന്നിരുന്നു. പക്ഷെ ആ സമയം അവിടെ സൽമാന് പകരം ജോലിക്കാരനായ പ്രവീണാണ് ഉണ്ടായിരുന്നത്. ഉച്ചവരെ സൽമാനിക്ക ഇവിടെ ഉണ്ടായിരുന്നെന്നും ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ കട എന്നെ ഏൽപ്പിച്ച് ഇക്ക പുറത്തേക്ക് പോയതാണെന്നും പ്രവീൺ അവരോട് പറയുന്നു. മാത്രമല്ല ഞാൻ വന്നപ്പോ സിയാൻ ഇവിടെ ഇല്ലായിരുന്നെന്നും പ്രവീൺ അവരോട് പറയുന്നു. ശേഷം പ്രവീണ് സാറ് പറഞ്ഞതനുസരിച്ച് സൽമാന്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കുന്നെങ്കിലും മൊബൈൽ സ്വിച്ച് ഓഫ് എന്നാണ് കേൾക്കുന്നത്. സാറയും ആൽബിയും അല്ലാതെ സിയാൻ അവിടെ ആകെ ഉണ്ടായിരുന്ന കൂട്ട് സൽമാൻ മാത്രമായിരുന്നു. അവിടെ അവൻ ഇല്ലെന്ന് കണ്ടതും സാറയും ആൽബിയും കൂടെ DCP ഓഫീസിലേക്ക് പോകുന്നു. സിയാൻ എന്തെങ്കിലും അബദ്ധം ചെയ്തിരിക്കുവോ എന്ന ഭയം കാരണം കാര്യങ്ങൾ ശരിക്കും സംസാരിക്കാൻ പോലും സാറയ്ക്ക് കഴിയുന്നില്ല. ഒടുവിൽ സാറയുടെ അവസ്ഥ മനസ്സിലാക്കി ആൽബിയാണ് DCP മാത്യുവിനോട് കാര്യങ്ങൾ പറയുന്നത്. സിയാൻ ഒരു സൈക്കാട്രി പേഷ്യന്റ് ആണെന്നും സൂയിസൈഡ് ടെൻഡൻസി ഉള്ള ആളാണെന്നും പറയുമ്പോൾ തന്നെ കാര്യത്തിന്റെ സീരിയസ്നെസ് മാത്യുവിന് മനസ്സിലാവുന്നു. അദ്ദേഹം ഉടൻ തന്നെ മിസ്സിംഗ് കംപ്ലൈന്റ് ACP ജിബ്രാനിലേക്ക് ഫോർവേഡ് ചെയ്യുന്നു. ഇതേ സമയം കമ്മീഷണർ ഓഫീസിന് പുറത്തിരിക്കുകയായിരുന്ന സാറയുടെ ഓർമ്മകൾ കുറച്ചു ദിവസം പിന്നിലേക്ക് പോകുന്നു. പതിവ് പോലെ ഡോക്ടറിനെ കാണാനായി സാറയാണ് സിയാനെയും കൊണ്ട് ക്ലിനിക്കിലേക്ക് പോകുന്നത്. സിയാൻ ഡോക്ടറിന്റെ അടുത്ത് തനിച്ചിരുന്നാണ് സംസാരിക്കുന്നതെങ്കിലും അവനറിയാതെ അവിടെ സംസാരിക്കുന്നതൊക്കെ പുറത്തിരിക്കുന്ന സാറയെയും ഡോക്ടർ കേൾപ്പിക്കുന്നുണ്ടായിരുന്നു. അമ്മയുടെ ശബ്ദവും അമ്മ തന്നെ വിളിക്കുന്ന പോലെയും സിയാന ഡീലൂഷൻ ഉണ്ടാകാറുണ്ടായിരുന്നു. അവരുടെ അടുത്തേക്ക് പോകാനാണ് ഞാനും ആഗ്രഹിക്കുന്നതെന്നും പക്ഷെ സാറയെ ഓർത്ത് മാത്രമാണ് ഞാൻ ഇപ്പോഴും ജീവനോടെ ഉള്ളതെന്നും സിയാൻ ഡോക്ടറിനോട് പറയുന്നു. സിയാനോട് സംസാരിച്ച ശേഷമാണ് ഡോക്ടർ സാറയെ അകത്തേക്ക് വിളിപ്പിക്കുന്നത്. സിയാന്റെ അവസ്ഥ പണ്ടത്തേതിൽ നിന്ന് ഏറെ ബെറ്റർ ആയിട്ടുണ്ടെന്ന് ഡോക്ടർ പറയുമ്പോൾ സാറയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു.
സിയാന്റെ മനസ്സ് കുറച്ച് എൻഗേജ്ഡ് ആവാൻ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം സാറ അവന് ഒരു പെറ്റ് കാറ്റിനെ വാങ്ങുന്നു. അങ്ങനെയാണ് പെറ്റ് ഷോപ്പ് ഉടമ സൽമാനുമായും സിയാൻ പരിചയത്തിലാവുന്നത്. അങ്ങനെയിരിക്കും ഒരു ദിവസം സാറയും സിയാനും ആൽബിയോടൊപ്പം ഒരു ഡിന്നറിന് പുറത്തു വന്നിരിക്കുമ്പോഴാണ് ആൽബി സാറയോട് തന്റെ പ്രണയം വെളിപ്പെടുത്തുന്നത്. സാറയ്ക്ക് ആൽബിയോട് ഇഷ്ടക്കുറവൊന്നും ഇല്ലായിരുന്നെങ്കിലും സിയാന്റെ ഇപ്പോഴത്തെ അവസ്ഥയോർത്ത് ആൽബിയോട് യെസ് പറയാനും അവൾക്ക് കഴിയുന്നില്ല. സിയാന്റെ സ്റ്റഡീസും ഫ്യൂച്ചറും ഒക്കെയാണ് എന്റെ ഇപ്പോഴത്തെ കൺസേൺ എന്ന് സാറ പറയുമ്പോൾ ആൽബി അവളെ മനസ്സിലാക്കുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ സാറയെ ശല്യപ്പെടുത്താതെ തന്നെ ആൽബി അവന്റെ പ്രണയം തുടരുന്നു. ഇതിനിടയ്ക്ക് സാർ സിയാനെയും കൂട്ടി ഒരു ചെറിയ ട്രിപ്പ് പോവുകയും അവന് ഹയർ സ്റ്റഡീസിന് വേണ്ടി ആപ്ലിക്കേഷൻ നൽകുകയും ചെയ്യുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഫ്ളാറ്റിലിരുന്നും ബോറടിച്ച സിയാൻ പെറ്റ് കാറ്റ് ബെല്ലയും ഒത്ത് സൽമാന്റെ ഷോപ്പിലേക്ക് പോകുന്നത്. ഈ സമയത്താണ് സാർ സിയാനെ കോൾ ചെയ്യുന്നത്. ബെല്ലടിക്കുന്ന ശബ്ദം കേട്ട് കോൾ എടുക്കാൻ വരുമ്പോഴേക്കും അത് കട്ടാവുന്നു. ഉടൻ തന്നെ സിയാൻ തിരിച്ചു വിളിക്കുന്നെങ്കിലും നമ്പർ ബിസിയാണെന്ന് മനസ്സിലാക്കി സിയാൻ സാറയ്ക്ക് വോയിസ് മെസ്സേജ് അയക്കുന്നു. പിന്നീടാണ് സിയാൻ മിസ്സിംഗ് ആവുന്നത്. മൊബൈൽ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് സിയാന്റെ നമ്പർ ട്രേസ് ചെയ്യാൻ പോലീസിന് കഴിയുന്നില്ല. സൂയിസൈഡ് ടെൻഡൻസി ഉള്ള ആളായതുകൊണ്ട് അവരുടെ ഫ്ളാറ്റിന്റെ പരിസരമൊക്കെ ഒന്ന് നന്നായി പരിശോധിക്കാൻ ജിബ്ര മറ്റു പോലീസുകാരോട് പറയുന്നു. അന്ന് രാത്രി മുഴുവൻ അന്വേഷിച്ചിട്ടും പോലീസിന് സിയാനെ കണ്ടെത്താൻ കഴിയുന്നില്ല. പക്ഷെ പിറ്റേ ദിവസം രാവിലെ സാറയുടെ മാതാപിതാക്കൾ മരണപ്പെട്ട അതേ ആക്സിഡന്റ് സ്പോട്ടിൽ നിന്ന് കണ്ണു തുറന്ന് മരത്തിൽ ചാരിയിരിക്കുന്ന നിലയിൽ സിയാന്റെ ഡെഡ് ബോഡി കണ്ടെത്തുന്നു. ബോഡിക്കടുത്ത് നിന്ന് ഒരു പോയിസൺ ബോട്ടിലും കണ്ടെത്തുന്നു. സാറ വിവരം അറിഞ്ഞ് ഹോസ്പിറ്റലിലായതുകൊണ്ട് സാറയുടെ കൊളീഗാണ് ഫോറൻസിക് നടപടികൾ പൂർത്തിയാക്കുന്നത്. ഓട്ടോപ്സി ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് പോസ്റ്റ്മോർട്ടം ടേബിളിൽ വെച്ചാണ് സാറ തന്റെ അനിയനെ അവസാനമായി കാണുന്നത്. അവന്റെ ചലനമറ്റ ശരീരം ഏറെ നേരം നോക്കി നിൽക്കാനാവാതെ സാറ പുറത്തേക്ക് ഇറങ്ങുന്നു. സാറയുടെ സീനിയർ ഡോക്ടർ ഷൺമുഖമാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. ആകെ ഉണ്ടായിരുന്ന അനിയനും ഇല്ലാതായെന്ന് സാറയ്ക്ക് വിശ്വസിക്കാനാവുന്നില്ല. തന്റെ ശ്രദ്ധക്കുറവ് കാരണമാണോ അയ്യ സൂയിസൈഡ് ചെയ്തതെന്നോർത്ത് അവൾക്കാകെ കുറ്റബോധം തോന്നുന്നു. ഈ സമയത്താണ് ഡോക്ടർ ഷൺമുഖം സാറയ്ക്ക് മെസ്സേജ് അയക്കുന്നത്. നാളെ രാവിലത്തേക്ക് സിയാന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് റെഡിയാവുമെന്നായിരുന്നു ആ മെസ്സേജിൽ ഉണ്ടായിരുന്നത്. ഇത് കണ്ടതും മരണസമയം മാത്രം പറയാവോ എന്ന് സാറ ചോദിക്കുമ്പോൾ വെളുപ്പിനെ 3:15 അദ്ദേഹം മറുപടി പറയുന്നു. പക്ഷെ അതറിഞ്ഞതും സാറയുടെ ഉള്ളിൽ ചില സംശയങ്ങൾ തോന്നുന്നു. ഉച്ചയ്ക്ക് 12:17 സൽമാന്റെ പെറ്റ് ഷോപ്പിൽ നിന്ന് ഇറങ്ങിയ സമയത്താണ് സിയാൻ സാറയ്ക്ക് മെസ്സേജ് അയച്ചത്. പിന്നീട് ആരും സിയാനെ കണ്ടിട്ടില്ല. അങ്ങനെയെങ്കിൽ അതിനുശേഷം മരണപ്പെടുന്ന ഏകദേശം 15 മണിക്കൂറോളം സിയാൻ എവിടെയായിരുന്നുവെന്ന് സാറയ്ക്ക് സംശയം തോന്നുന്നു. അവൾ തന്റെ ഈ സംശയത്തെക്കുറിച്ച് ഫാമിലി ഫ്രണ്ടായ ഒരു വക്കീലിനോടും പറയുന്നു. മാത്രമല്ല ലാസ്റ്റ് വോയിസ് മെസ്സേജിൽ സൂയിസൈഡ് ചെയ്യാൻ പോകുന്നതിന്റെ യാതൊരു പരിഭ്രമവും ഇല്ലാതെ തികച്ചു സാധാരണമായ രീതിയിലാണ് സിയാൻ സംസാരിച്ചിരുന്നത്. ഈ രണ്ട് കാരണം കൊണ്ടും സിയാൻ ഒരിക്കലും സൂയിസൈഡ് ചെയ്തതല്ല എന്ന് സാറയ്ക്ക് സംശയം തോന്നുന്നു. പിറ്റേ ദിവസം രാവിലെ ഡോക്ടർ ഷൺമുഖത്തിൽ നിന്നും ഓട്ടോപ്സി റിപ്പോർട്ട് കളക്ട് ചെയ്യാമെന്ന സാറയോട് അദ്ദേഹം തന്റെ ഒരു സംശയം പങ്കുവയ്ക്കുന്നു. ഒറ്റ നോട്ടത്തിൽ സൂയിസൈഡ് എന്ന് തോന്നുമെങ്കിലും സിയാന്റെ ഉള്ളിൽ ബെൻസോയിൽ കോമ്പൗണ്ടിന്റെയും പ്രൊപ്പഫോൾ എന്ന ഡ്രഗിന്റെ അംശം ഉണ്ടായിരുന്നെന്ന് അദ്ദേഹം സാറയോട് പറയുന്നു. കാരണം ഈ പ്രൊപ്പഫോൾ എന്ന ഡ്രഗ് മെഡിക്കൽ സ്റ്റോറുകളിൽ ഈസിലി അവൈലബിൾ ആയിരുന്നില്ല. പക്ഷെ പ്രൊപ്പഫോൾ എന്ന പേര് കേൾക്കുമ്പോഴാണ് മുമ്പ് മറ്റേതോ ഓട്ടോപ്സി റിപ്പോർട്ടിൽ താൻ ഇങ്ങനെ ഒരു പേര് കേട്ടിട്ടുണ്ടെന്ന് സാറയ്ക്ക് ഓർമ്മ വരുന്നത്. സാറ ഉടൻ തന്നെ സംശയം തീർക്കാനായി തന്റെ കൊളീഗ് നിഷയെ കോൾ ചെയ്യുന്നു. സാറ പറയുമ്പോൾ തന്നെ നീരജിന്റെ ഓട്ടോപ്സി റിപ്പോർട്ടിലാണ് പ്രൊപ്പഫോൾ കണ്ടന്റ് കണ്ടതെന്ന് നിഷ ഓർത്തെടുത്ത് പറയുന്നു. നിഷ പറയുമ്പോൾ നീരജിന്റെ മരണം നടന്ന സ്പോട്ടിൽ പോയ കാര്യം സാറയ്ക്ക് ഓർമ്മ വരുന്നു. സിയാനെ പോലെ കണ്ണു തുറന്ന് സ്റ്റെയർകേസിൽ ചാരിയിരിക്കുന്ന നിലയിലായിരുന്നു നീരജിന്റെ ഡെഡ് ബോഡിയും കണ്ടുകിട്ടിയത്. ശേഷം സാറ സിയാന്റെയും നീരജിന്റെ ഓട്ടോപ്സി റിപ്പോർട്ടും കൊണ്ട് നീരജിന്റെ ഓട്ടോപ്സി ചെയ്ത ഡോക്ടർ ജോണിന്റെ അടുത്ത് പോകുന്നു. രണ്ട് റിപ്പോർട്ടുകളും പരിശോധിച്ച ശേഷം സാറ സംശയിച്ചതുപോലെ രണ്ട് മരണത്തിലും സിമിലാരിറ്റീസ് ഏറെയുണ്ടെന്ന് ഡോക്ടർ അവളോട് പറയുന്നു. മാത്രമല്ല പ്രൊപ്പഫോളിന്റെ പ്രസൻസിനെ കുറിച്ച് ഞങ്ങൾ പോലീസിനോട് പറഞ്ഞതാണെന്നും പക്ഷെ അവരത് ഇഗ്നോർ ചെയ്യുകയായിരുന്നെന്നും ഡോക്ടർ ജോൺ സാറയോട് പറയുന്നു. ഇതുകൂടി കേട്ടതോടെ പോലീസിനെ മാത്രം വിശ്വസിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായതും തന്റേതായ രീതിയിൽ കേസ് അന്വേഷിക്കാൻ സാറ തീരുമാനിക്കുന്നു. ശേഷം സാറ തന്റെ ഒരു പരിചയക്കാരൻ വഴി നീരജിന്റെ സിയാന്റെ സൽമാന്റെയും കോൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നു. നീരജ് മിസ്സാവുന്നതിന് മുമ്പ് അവൻ ആന്റണി എന്നൊരു നമ്പറിൽ നിന്ന് കോള് വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ആന്റണിയുടെ മൊബൈൽ ടവറുള്ള ലൊക്കേഷനിലേക്ക് നീരജ് വരികയും ഏകദേശം 20 മിനിറ്റിന് ശേഷം നീരജിന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. സിയാന്റെ കാര്യത്തിൽ സിയാൻ സാറയ്ക്ക് മെസ്സേജ് അയച്ച് തൊട്ടടുത്ത സമയം തന്നെ ആ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യപ്പെടുകയായിരുന്നു. പക്ഷെ ഈ സമയവും സൽമാന്റെ മൊബൈൽ പെറ്റ് ഷോപ്പിലെ ടവർ ലൊക്കേഷനിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിലും സാറ തന്റേതായ വഴികളിലൂടെ അന്വേഷണം നടത്തുന്നു. നെക്സ്റ്റ് സീനിൽ DCP മാത്യുവിന്റെ വസതിയിലേക്ക് സാറ അദ്ദേഹത്തെ കാണാൻ വരുന്നതാണ് കാണിക്കുന്നത്. ഈ സമയം ജിബ്രാനും അവിടെ ഉണ്ടായിരുന്നു.
പക്ഷെ സാറയെ കണ്ടതും ജിബ്രാൻ അവിടെ നിന്ന് അല്പം മാറി നിൽക്കുന്നു. ജിബ്രാൻ സൂയിസൈഡ് കേസ് എന്ന് കൺക്ലൂഡ് ചെയ്ത നീരജിന്റെ സിയാന്റെയും കൊലപാതകങ്ങൾ വെൽ എക്സിക്യൂട്ടഡ് മർഡേഴ്സ് ആണെന്നും മാത്രമല്ല ഇനിയും ഇതുപോലെ സൂയിസൈഡ് ടെൻഡൻസിയുള്ള മാനസിക പ്രശ്നങ്ങളുള്ള ആളുകളുടെ കൊലപാതകങ്ങൾ ആവർത്തിക്കപ്പെടുമെന്നും സാറ കമ്മീഷണറിനോട് പറയുന്നു. ഇത് കേട്ടതും അവർ ചെറുതായി ഒന്ന് ഷോക്കാവുന്നു. ഞാൻ ഏതായാലും ഇതിന് അവസാനം കാണാതെ പിന്മാറില്ലെന്ന് പറഞ്ഞിട്ടാണ് സാറ അവിടെ നിന്ന് പോകുന്നത്. സാറ പറഞ്ഞതുപോലെ തൊട്ടടുത്ത ദിവസം ഒരു ലേഡി ഗൈനക്കോളജിസ്റ്റിന്റെ കാർപോച്ചിലെ കാറിൽ നിന്നും കണ്ണു തുറന്ന് സീറ്റിലിരിക്കുന്ന രീതിയിൽ ഒരു യുവതിയുടെ ഡെഡ് ബോഡി കണ്ടുകിട്ടുന്നു. തലേദിവസം മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ട ഷാഹിന എന്ന യുവതിയുടെ ഡെഡ് ബോഡി ആയിരുന്നു അത്. ഷാഹിനെ കുറച്ചു വർഷങ്ങളായി ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗൈനക് ഡോക്ടറിന്റെ വീട്ടിൽ വെച്ചാണ് ബോഡി കണ്ടെത്തുന്നത്. ഷാഹിനയ്ക്ക് ഒരിക്കലും ഗർഭിണിയാകാൻ കഴിയില്ലെന്ന് ഞാൻ അവളെ അറിയിച്ചിരുന്നെന്നും അതേ തുടർന്ന് മാനസിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അവളെ ട്രീറ്റ്മെന്റിലായിരുന്നെന്നും ഡോക്ടർ ജിബ്രാനെ അറിയിക്കുന്നു. ഈ സമയത്താണ് ഫോറൻസിക് ടീമിനൊപ്പം സാറയെ അവിടേക്ക് വരുന്നത്. ഷാഹിനയുടെ പല്ലിൽ നിന്ന് ഒരു ഹെയർ സാമ്പിളും കാറിന്റെ ഡോർ ഹാൻഡിലിൽ നിന്ന് ഒരു ഫിംഗർ പ്രിന്റും അവർക്ക് കിട്ടുന്നു. ഷാഹിനയുടെ ചെരുപ്പും കാറിനടിയിലെ മാറ്റും പ്രത്യേകം പാക്ക് ചെയ്ത് ലാബിൽ എത്തിക്കണമെന്നും സാറ അവരോട് പറയുന്നു. ശേഷം അവിടെ നിന്ന് കിട്ടിയ കൊലയാളിയുടേതെന്ന് സംശയിക്കുന്ന വണ്ടിയുടെ ടയർ മാർക്സും മുൻപ് സിയാന്റെ ബോഡിക്കരികിൽ നിന്ന് കിട്ടിയ ടയർ മാർക്സും പരിശോധിക്കുമ്പോൾ അത് രണ്ടും ഒന്ന് തന്നെയാണെന്ന് സാറ കണ്ടെത്തുന്നു. ജിബ്രാന്റെ അലസത കാരണം അടുത്തൊരാളുകൂടി കൊല്ലപ്പെട്ടതിനാൽ കേസിൽ നിന്ന് ജിബ്രാനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് സാറ ജഡ്ജിയെ നേരിട്ട് കണ്ട് ഹർജി സമർപ്പിക്കുന്നു. ഒപ്പം നീരജിന്റെ സിയാന്റെ ഷാഹിനയുടെ മരണങ്ങൾ കൊലപാതകമെന്ന് സംശയിക്കത്തക്ക വിധം താൻ കണ്ടെത്തിയ തെളിവുകളും സാറ ജഡ്ജിക്ക് മുമ്പിൽ ഹാജരാക്കുന്നു. കൊല്ലപ്പെട്ട 3 പേരും കാണാതായതിന് പിറ്റേ ദിവസമാണ് അവരുടെ ബോഡി കണ്ടുകിട്ടിയിരിക്കുന്നത്. കൂടാതെ 3 പേരുടെയും ബോഡിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന സെയിം എമൗണ്ട് പ്രൊപ്പഫോളിന്റെ സാന്നിധ്യം, സിയാന്റെ ഷാഹിനയുടെ ബോഡിക്കരികിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന സെയിം ടയർ മാർക്സ്, ഇതൊക്കെയാണ് സാറ തെളിവുകളായി സമർപ്പിക്കുന്നത്. ഇത് ഷാഹിനയുടെ ചെരുപ്പിൽ നിന്നും ഫ്ലോർ മാറ്റിൽ നിന്നും കിട്ടിയ സോയിൽ സാമ്പിൾ അനലൈസ് ചെയ്തതിൽ നിന്നും മറ്റെവിടെയോ വെച്ച് കൊലപാതകം ചെയ്തിട്ട് ബോഡി ഇവിടെ കൊണ്ട് വന്നിടാനാണ് സാധ്യതയെന്നും സാറ ജഡ്ജിയെ അറിയിക്കുന്നു. തെളിവുകൾ പരിശോധിച്ച ശേഷം ജഡ്ജി ജിബ്രാന് കടുത്ത ഭാഷയെ വിമർശിക്കുകയും 7 ദിവസങ്ങൾക്കുള്ളിൽ കൊലയാളിയെ കണ്ടെത്തിയില്ലെങ്കിൽ അന്വേഷണം മറ്റൊരു ഏജൻസിക്ക് കൈമാറുമെന്ന് വാൺ ചെയ്യുകയും ചെയ്യുന്നു. സത്യത്തിൽ സമർത്ഥനായ ഒരു പോലീസ് ഓഫീസറായിട്ടും മുൻപൊരു കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് സീനിയർ ഓഫീസേഴ്സ് തന്നോട് കാണിച്ച അനീതി കാരണമാണ് ജിബ്രാന് പോലീസ് ഫോഴ്സിലുള്ള വിശ്വാസം തന്നെ നഷ്ടപ്പെടുന്നത്. അതിനുശേഷമാണ് ജിബ്രാൻ മനഃപൂർവ്വം ഒരു അലസനായി മാറുന്നത്. പക്ഷെ ഇത്തവണ എല്ലാം മറന്ന് പഴയ ആത്മാർത്ഥതയോടെ കേസ് അന്വേഷിക്കാൻ ജിബ്രാൻ തീരുമാനിക്കുന്നു. മറുഭാഗത്ത് സാറയും തന്റേതായ രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു. സിയാന്റെ ഷാഹിനയുടെ ബോഡിക്കരികിൽ നിന്ന് കിട്ടിയ ടയർ മാർക്സ് വളരെ കോമണായി കാണുന്ന ജീപ്പിന്റേതാണെന്ന് പോലീസ് കണ്ടെത്തുന്നു. മാത്രമല്ല കൊല്ലപ്പെട്ട 3 പേരുടെയും ബോഡിയിൽ നിന്ന് കണ്ടെത്തിയ പ്രൊപ്പഫോൾ എന്ന ഡ്രഗ് സാധാരണ ഹോസ്പിറ്റലുകളിൽ മാത്രം സൂക്ഷിക്കുന്ന ഒരു സെഡേറ്റീവ് ഡ്രഗ് ആണെന്നും പിന്നെ ചിലർ ഇല്ലീഗലായി ഇത്തരം ഡ്രഗുകൾ വിൽപ്പന നടത്താറുണ്ടെന്നും സാറ കണ്ടെത്തുന്നു. മറുഭാഗത്ത് കയ്യിൽ ടാറ്റു അടിച്ചൊരു ചെറുപ്പക്കാരൻ ഒരു ഡ്രഗ് പാഴ്സലും വാങ്ങി വീടിനുള്ളിലേക്ക് കയറുന്നതും അല്പസമയത്തിനു ശേഷം ATM ക്യാഷ് ലോഡ് ചെയ്യുന്ന പോലെയുള്ള ഒരു വണ്ടിയുമായി പാർക്കിംഗിൽ നിന്ന് പോകുന്നതും നമ്മളെ കാണിച്ചു തരുന്നു. ഇതേസമയം 3 മർഡർ സ്പോട്ടിലെ CCTV വിഷ്വൽസിലും കോമൺ ആയിട്ടുള്ള ATM ക്യാഷ് ലോഡ് ചെയ്യുന്ന പോലെയുള്ള കില്ലറിന്റെ വണ്ടി പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. പക്ഷെ തുടരന്വേഷണത്തിൽ അതിന്റെ നമ്പർ പ്ലേറ്റ് ഫേക്ക് ആണെന്ന് അവർക്ക് മനസ്സിലാവുന്നു. നെക്സ്റ്റ് സീനിൽ കൊല്ലപ്പെട്ട 3 പേരെയും ട്രീറ്റ് ചെയ്തിരുന്ന ഡോക്ടേഴ്സിനെയും ഹോസ്പിറ്റൽ അറ്റൻഡേഴ്സിനെയും അവർ അവസാനമായി മീറ്റ് ചെയ്ത ആളുകളെയും പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നതാണ് കാണിക്കുന്നത്. ഡോക്ടേഴ്സിനെയും ഹോസ്പിറ്റൽ അറ്റൻഡേഴ്സിനെയും ക്വസ്റ്റ്യൻ ചെയ്തതിൽ നിന്നും അവരിൽ നിന്നും പേഷ്യന്റ് റെക്കോർഡ് ലീക്ക് ആയിട്ടില്ലെന്ന് ജിബ്രാന് മനസ്സിലാവുന്നു. മാത്രമല്ല നീരജിനെ അവസാനമായി കണ്ട ആന്റണിയുടെയും സിയാനെ അവസാനം കണ്ട സൽമാന്റെയും ഷാഹിനെ അവസാനമായി കണ്ട സെക്യൂരിറ്റിയുടെയും മൊഴികളിൽ നിന്ന് ഈ കൊലപാതകങ്ങളിൽ അവർക്കും പങ്കില്ലെന്ന് ജിബ്രാന് വ്യക്തമാവുന്നു. മറുഭാഗത്ത് സാറയാകട്ടെ ഷാഹിനയുടെ വായിൽ നിന്ന് കിട്ടിയ ഹെയർ സാമ്പിളിന്റെ DNA പ്രൊഫൈല് കളക്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. 30-33 വയസ്സിനിടെയുള്ള B പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരു പുരുഷന്റേതായിരുന്നു ആ ഹെയർ സാമ്പിൾ. ഷാഹിനയുടെ ബോഡി കിട്ടിയ കാറിലെ ഫിംഗർ പ്രിന്റും അവർ പരിശോധിക്കുന്നെങ്കിലും DNA പോലെ തന്നെ അതും പ്രീവിയസ് ഡേറ്റാബേസിലുള്ള ആരുടേതുമായി മാച്ച് ആവുന്നില്ല. അങ്ങനെ വീണ്ടും ഒരു ഡെഡ് എൻഡ് വന്നു നിൽക്കുന്ന സമയത്താണ് സിയാൻ അവസാനം അയച്ച വോയിസ് നോട്ട് സാറ ഒന്നുകൂടി കേട്ടു നോക്കുന്നത്. അതിന്റെ അവസാനം ആരുടെ വിളിക്ക് റെസ്പോണ്ട് ചെയ്യുന്ന പോലെയുള്ള സിയാന്റെ ശബ്ദം സാറയുടെ ശ്രദ്ധയിൽപ്പെടുന്നു. സാറ തന്റെ ഈ സംശയം ആൽബിയുമായും പങ്കുവെക്കുന്നു. സിയാന്റെ ഒരു ക്യാരക്ടർ വെച്ച് അവൻ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ അതൊരിക്കലും ഒരു സ്ട്രേഞ്ചറിനോടാവില്ലെന്ന് ആൽബിയും സാറയോട് പറയുന്നു. ശേഷം അവർ രണ്ടുപേരും കൂടെ ഒരു സൗണ്ട് അനലിസ്റ്റിന്റെ അടുത്തേക്കാണ് പോകുന്നത്. സിയാന്റെ വോയിസ് നോട്ട് അനലൈസ് ചെയ്യുമ്പോൾ അതിൽ അവസാനമായി ഒരു വണ്ടിയുടെ ഹോണടി ശബ്ദത്തോടൊപ്പം വളരെ മൈന്യൂട്ടായി കേൾക്കുന്ന മറ്റൊരാളുടെ ശബ്ദവും വോയിസ് അനലിസ്റ്റ് കണ്ടെത്തുന്നു. ആ രണ്ടാമത്തെ ആളുടെ ശബ്ദം റിപ്പീറ്റ് അടിച്ച് കേൾക്കുമ്പോൾ ഈ ശബ്ദം ഞാൻ മുമ്പ് എവിടെയോ കേട്ടിട്ടുള്ളതാണെന്ന് സാറ ആൽബിയോട് പറയുന്നു. പക്ഷെ അത് ആരുടേതാണെന്ന് ഓർത്തെടുക്കാൻ സാറയ്ക്ക് കഴിയുന്നില്ല. മറുഭാഗത്ത് ഹോസ്പിറ്റൽ അറ്റൻഡേഴ്സിന്റെ മൊഴിയിൽ സംശയം തോന്നുന്ന ജിബ്രാൻ
അവരെ 3 പേരെയും വീണ്ടും ചോദ്യം ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ആദ്യം ഒന്ന് സത്യം പറയുന്നില്ലെങ്കിലും ശരിക്കും ഒന്ന് വരട്ടുമ്പോ പണത്തിനു വേണ്ടി സൈക്കാട്രി പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് ഒരാൾക്ക് കൈമാറ്റം ചെയ്തിട്ടുണ്ടെന്ന് അവർ 3 പേര് സമ്മതിക്കുന്നു. കൊല്ലപ്പെട്ട 3 പേരും ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്നവരാണോ എന്ന് തിരക്കുമ്പോൾ അതെ എന്ന് അവർ മറുപടി പറയുന്നു. ആ അറ്റൻഡേഴ്സിൽ ഒരാൾ താൻ ഡേറ്റ കൈമാറിയ ആളുടെ മുഖം അയാൾ അറിയാതെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോ അറ്റൻഡർ ജിബ്രാന് കാണിച്ചു കൊടുക്കുന്നു. അയാളുടെ പേര് പ്രസാദ് എന്നോ മറ്റോ ആണെന്നും അറ്റൻഡർ ഓർത്തെടുത്ത് പറയുന്നു. എത്രയും വേഗം പ്രസാദിന്റെ ഫോട്ടോ സ്പ്രെഡ് ചെയ്യാൻ ജിബ്രാൻ ഉത്തരവിടുന്നു. മാത്രമല്ല ഇവർ കൊടുത്ത ലിസ്റ്റിലുള്ള ബാക്കി മുഴുവൻ ആളുകളുടെ മേൽ നമ്മുടെ കൺട്രോൾ ഉണ്ടാവണമെന്നും കുറച്ചു ദിവസത്തേക്ക് വീട് വിട്ട് പുറത്തു പോരുതെന്ന് അവരെ അറിയിക്കണമെന്നും ജിബ്രാൻ മനോജിനെ പറഞ്ഞ് ഏൽപ്പിക്കുന്നു. മറുഭാഗത്ത് ഫ്ളാറ്റിലേക്ക് വരുന്ന സാറയെ ആൽബിയാണ് കാണിക്കുന്നത്. ഈ കേസിൽ ഇത്രയും ഒബ്സസ്ഡ് ആയി നിന്റെ ആരോഗ്യം കൂടി നശിപ്പിക്കരുതെന്ന് ആൽബി സാറയോട് പറയുന്നു. കാരണം ഇതെല്ലാം കൂടെ സാറയുടെ മാനസിക നിലയും തകർക്കുമെന്ന് ആൽബി ഭയപ്പെട്ടിരുന്നു. തൽക്കാലം കുറച്ചു ദിവസത്തേക്ക് ഇതിൽ നിന്നൊക്കെ ഒരു ബ്രേക്ക് എടുത്ത് നമുക്ക് എന്റെ പേരൻസിന്റെ അടുത്ത് പോയി നിൽക്കാമെന്ന് ആൽബി പറയുമ്പോൾ സാറ ഇതിന് മറുപടിയൊന്നും പറയുന്നില്ല. നെക്സ്റ്റ് സീനിൽ ബേസിൽ എന്നൊരു ചെറുപ്പക്കാരന്റെ പേരൻസ് അവനെ കാണാനില്ലെന്ന് സ്റ്റേഷനിൽ വന്ന് കംപ്ലൈന്റ് കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. അറ്റൻഡേഴ്സ് പ്രസാദിന് എടുത്തു കൊടുത്ത ലിസ്റ്റിലെ ആളായിരുന്നു ബേസിൽ. ബേസിലിനെ പുറത്തു വിടരുതെന്ന് പോലീസ് ഇൻഫോം ചെയ്തിരുന്നെങ്കിലും രാവിലെ കോളേജിലേക്കെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയ ബേസിലിനെ പിന്നീട് കാണാതാവുകയായിരുന്നു. ബേസിലിനെ എങ്കിലും രക്ഷപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ ജിബ്രാൻ ഉൾപ്പെടെ മുഴുവൻ പോലീസുകാരും അന്വേഷണം നടത്തുന്നെങ്കിലും യാതൊന്നും അവർക്ക് കണ്ടെത്താനാവുന്നില്ല. അങ്ങനെ ആകെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് പ്രസാദിനെ ഒരു ഹോസ്റ്റലിൽ വെച്ച് കണ്ടെന്ന് ജിബ്രാന്റെ ഫോണിലേക്ക് കോള് വരുന്നത്. ഉടൻ തന്നെ ജിബ്രാനും ടീമും അവിടേക്ക് എത്തുന്നെങ്കിലും പോലീസിനെ കണ്ട് പ്രസാദ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. പ്രസാദ് നേരെ പോയത് അവന്റെ ഫ്രണ്ട്സിന്റെ ഗോഡൌണിലേക്കായിരുന്നു. പക്ഷെ അവിടെയും ജിബ്രാൻ അവനെ ഫോളോ ചെയ്ത് ചെല്ലുകയും പ്രസാദിനെയും കൂട്ടുകാരെയും കീഴ്പ്പെടുത്തി പ്രസാദിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്യുന്നു. പക്ഷെ പ്രസാദിനെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ് നീരജിനെ സിയാനെയും ഷാഹിനെയും ഒന്നും അവൻ കണ്ടിട്ട് പോലുമില്ലെന്ന് ജിബ്രാന് മനസ്സിലാവുന്നത്. ഒരു ഇല്ലീഗൽ ഡ്രഗ് ഡീലറായ പ്രസാദിന് ഒരിക്കൽ ഒരു പ്രൈവറ്റ് നമ്പറിൽ നിന്നും പ്രൊപ്പഫോൾ എത്തിച്ചു കൊടുക്കാനായി ഒരു ഫോൺ കോൾ വരികയുണ്ടായി. ആ ഡീലിനെ സംബന്ധിച്ച പ്രസാദ് പ്രൊപ്പഫോൾ അയാൾ പറഞ്ഞ ക്ലോക്ക് റൂമിൽ വെച്ച് തിരിച്ചു വന്നതും പ്രസാദിന്റെ അക്കൗണ്ടിൽ ക്യാഷ് ക്രെഡിറ്റ് ആയിരുന്നു. അന്ന് വിളിച്ചയാൾ തന്നെയാണ് പിന്നീട് ഒരിക്കൽ കോൾ ചെയ്ത് 3 ഹോസ്പിറ്റലുകളിലുള്ള സൈക്കാട്രി പേഷ്യൻസിന്റെ ഫയല് പ്രസാദിനോട് ആവശ്യപ്പെടുന്നത്. പണത്തിന് വേണ്ടി എന്തിനെന്നും പോലും ചോദിക്കാതെ പ്രസാദ് അറ്റൻഡേഴ്സിൽ നിന്ന് ലിസ്റ്റ് കളക്ട് ചെയ്ത് ക്ലോക്ക് റൂമിൽ വെക്കുന്നു. ഇത്തവണയും ജോലി പൂർത്തിയായ ഉടൻ തന്നെ പ്രസാദിന്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ക്രെഡിറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എന്തിനു വേണ്ടിയാണ് തന്നെ കൊണ്ട് ഇത് ചെയ്യിച്ചതെന്നോ ആരാണ് തന്നെ വിളിച്ച സ്ട്രേഞ്ചർ എന്നോ അറിയാൻ പ്രസാദ് ശ്രമിച്ചിട്ടില്ല. പ്രസാദിന്റെ വാക്കുകൾ കേട്ടതും കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റ് ആവുകയാണെന്ന് ജിബ്രാൻ മനസ്സിലാവുന്നു. പ്രസാദ് പറഞ്ഞ ക്ലോക്ക് റൂമിനടുത്ത CCTV വിഷ്വൽസ് ചെക്ക് ചെയ്യുന്നെങ്കിലും പാക്കറ്റ് എടുക്കാൻ വന്നയാൾ മുഖംമൂടി ഇട്ടിരുന്നതിനാൽ അയാളെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നില്ല. കില്ലറിനെ കണ്ടെത്താനാവാത്ത സ്ഥിതിക്ക് അടുത്ത ദിവസം ബേസിന്റെ ഡെഡ് ബോഡിയും കണ്ടുവിട്ടുവെന്ന് അവർ ഉറപ്പിക്കുന്നു. പക്ഷെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് പിറ്റേ ദിവസം ആൽബിയുടെ ഡെഡ് ബോഡിയാണ് അവന്റേതിന് ഫ്ളാറ്റിൽ നിന്ന് കണ്ടുകിട്ടുന്നത്. കഴിഞ്ഞ 3 തവണത്തേതിന് വിപരീതമായി വളരെ ബ്രൂട്ടലായ രീതിയിലാണ് ആൽബിയെ കൊലപ്പെടുത്തിയിരുന്നത്. കണ്ണു തുറന്ന് നിലത്തിരിക്കുന്ന രീതിയിലായിരുന്നു ആൽബിയുടെ ഡെഡ് ബോഡി ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം കാണാതായ ബേസിലിനെ ആവട്ടെ അടുത്തുള്ള പള്ളിയിൽ നിന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്യുന്നു. എന്തോ സ്വപ്നം കണ്ട് ബേസ് പള്ളിയിൽ പോയി കിടന്നതാണെന്ന് അറിയുന്നതോടെ കില്ലറിന്റെ ലക്ഷ്യം ബേസിലായിരുന്നില്ലെന്ന് അവർക്ക് മനസ്സിലാവുന്നു. ഈ സമയം സാറേ ആവട്ടെ ആൽബി കൂടി ഇല്ലാതായതോടെ ആകെ തകർന്നു പോകുന്നു. കഴിഞ്ഞ 3 കൊലപാതകങ്ങൾ ചെയ്ത ആള് തന്നെയാണ് ആൽബിയെ കൊലപ്പെടുത്താൻ സാധ്യതയെന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ജിബ്രാനോട് പറയുന്നു. കാരണം കഴിഞ്ഞ ഡെഡ് ബോഡികളിലേതുപോലെ സെയിം അളവിൽ പ്രൊപ്പഫോൾ ആൽബിയുടെ ശരീരത്തിലും ഉണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ 3 കൊലപാതകങ്ങളും സൂയിസൈഡ് പോലെ ഫ്രെയിം ചെയ്ത കില്ലർ ലിസ്റ്റിലില്ലാത്ത ആൽബിയെ വളരെ ബ്രൂട്ടലായി കൊല ചെയ്തതിന് കാരണം ഒരു പക്ഷെ സാറയ്ക്കുള്ള വാണിംഗ് ആകാമെന്ന് ജിബ്രാൻ DCPയോട് പറയുന്നു. മാത്രമല്ല നമ്മൾ ഇതുവരെ കണ്ടെത്താത്ത എന്തോ ഒരു കണക്ഷൻ കില്ലർ സാറയും തമ്മിലുണ്ടെന്നുള്ള തന്റെ ഇൻഡ്യൂഷനും ജിബ്രാൻ DCPയോട് പറയുന്നു. മറുഭാഗത്ത് ആൽബിയുടെ ഓർമ്മകളെ വിഷമിച്ചിരിക്കുന്ന സാറയാണ് കാണിക്കുന്നത്. അപ്പോഴാണ് ഡോക്ടർ ഷൺമുഖം അവളെ കോൾ ചെയ്ത് ഒരു ഇൻഫർമേഷൻ അറിയിക്കുന്നത്. 11 വർഷങ്ങൾക്ക് മുമ്പ് ഹാർട്ട് അറ്റാക്ക് വന്ന് മരണപ്പെട്ട ജെസ്സി പൗലോസ് എന്ന പെൺകുട്ടിയുടെ ശരീരത്തിലും പ്രൊപ്പഫോളിന്റെ പ്രസൻസ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ജെസ്സിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ നീരജിന്റെ സിയാന്റെ ഷാഹിനയുടേതുമായി അതിനേറെ സാമ്യമുണ്ടെന്ന് സാറയ്ക്ക് മനസ്സിലാവുന്നു. ഒരു കോയിൻസിഡൻസ് പോലെ 11 വർഷങ്ങൾക്കിപ്പുറം ജെസ്സിയുടെ ഒരു ഓർമ്മ ദിവസത്തിലാണ് സാറ ഇക്കാര്യങ്ങളൊക്കെ അറിയുന്നത്. ജെസ്സിയുടെ ആത്മശാന്തിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നടക്കുമ്പോഴാണ് സാറ ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. ജെസ്സിയുടെ അപ്പച്ചൻ പൗലോസിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടാണ് സാറ ജെസ്സിയുടെ റൂമിലേക്ക് കയറുന്നത്. ആംസ്റ്റർ മെഡിക്കൽ കോളേജ് ഓഫ് റിസർച്ച് ആൻഡ് ഫൗണ്ടേഷനിൽ ഫൈനൽ ഇയർ പഠിക്കുമ്പോഴാണ് ജെസ്സി മരണപ്പെടുന്നത്. പക്ഷെ ജെസ്സിയെ ആരോ കൊലപ്പെടുത്തിയതാണെന്നും ഇപ്പൊ അവര് തന്നെയാണ് തന്റെ അനിയനെ ഇല്ലാതാക്കിയതെന്നും സാറ പൗലോസിനോട് പറയുന്നു. തന്റെ ഫോണിലുള്ള നീരജിന്റെ സിയാന്റെ ഷാഹിനയുടെ ഒക്കെ ഫോട്ടോസ് സാറ പൗലോസിന് കാണിച്ചു കൊടുക്കുന്നെങ്കിലും അവരെ ആരെയും തനിക്ക് പരിചയമില്ലെന്ന് അദ്ദേഹം മറുപടി പറയുന്നു. ശേഷം പൗലോസിന്റെ അനുവാദത്തോടെ ജെസ്സിയുടെ ചില റിസർച്ച് പേപ്പേഴ്സും സാറ അവിടെ നിന്ന് കളക്ട് ചെയ്യുന്നു.
മറുഭാഗത്ത് ബാങ്ക് ചെന്ന് അന്വേഷിക്കുമ്പോൾ പ്രസാദിന്റെ അക്കൗണ്ടിലേക്ക് പണം ക്രെഡിറ്റ് ആയിരിക്കുന്നത് കൂവത്ത് സെന്റ് മേരീസ് ചർച്ചിനടുത്തുള്ള ATM-ലെ CDM വഴിയാണെന്ന് പോലീസ് കണ്ടെത്തുന്നു. പക്ഷെ ഒരു ബംഗാളിയെയും ഒരു സെക്യൂരിറ്റിയെ ഉപയോഗിച്ചാണ് കില്ലർ പണം ഡെപ്പോസിറ്റ് ചെയ്തത്. ക്യാപ്പും മാസ്കും വെച്ചിരുന്നതിനാൽ കില്ലറിനെ കുറിച്ച് വ്യക്തമായ ഒരു രൂപം പറഞ്ഞു കൊടുക്കാൻ സെക്യൂരിറ്റി ജോലിക്കാരന് കഴിയുന്നില്ല. പക്ഷെ ബംഗാളിയെ ചോദ്യം ചെയ്യുമ്പോൾ അത്യാവശ്യം പൊക്കമുള്ള നല്ല വെളുത്ത കയ്യിൽ ടാറ്റു ഒക്കെ ഉള്ള ഒരാളാണ് തന്റെ അടുത്ത് പണം ഡെപ്പോസിറ്റ് ചെയ്യാൻ സഹായം ചോദിച്ചതെന്ന് അയാൾ പോലീസിനോട് പറയുന്നു. മറുഭാഗത്ത് സാറയാവട്ടെ ജെസ്സിയുടെ റിസർച്ച് പേപ്പേഴ്സ് പരിശോധിക്കുമ്പോഴാണ് ഇക്വേഷൻ ഓഫ് ഡെത്ത് എന്ന പ്രോജക്റ്റും അതിൽ സഞ്ജയ് ഹെഡ്ജെ എന്നൊരാളുടെ ഫോട്ടോയും ശ്രദ്ധിക്കുന്നത്. തന്റെ ഉള്ളിലുള്ള ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഒരു ഉത്തരം ലഭിക്കുന്നതിനായി സാറ നേരെ ആംസ്റ്റർ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നു. അവിടെ ജെസ്സിയുടെ പ്രൊഫസറായിരുന്ന ഡോക്ടർ കൃഷ്ണമൂർത്തിയോട് ജെസ്സിയെക്കുറിച്ചും ഇക്വേഷൻ ഓഫ് ഡെത്ത് എന്ന പ്രോജക്റ്റിനെ കുറിച്ചും സാറ തിരക്കുന്നു. ജെസ്സിയും സഞ്ജയും ചേർന്നാണ് ഇക്വേഷൻ ഓഫ് ഡെത്ത് എന്ന പ്രോജക്റ്റ് തയ്യാറാക്കിയത്. മരണശേഷവും അല്പസമയത്തേക്ക് കൂടി മനുഷ്യ ശരീരത്തിൽ ബ്രെയിൻ ആക്ടിവിറ്റീസ് നടക്കാറുണ്ട്. അതുപയോഗിച്ച് മരണശേഷവും ഒരു മനുഷ്യന്റെ കോൺഷ്യസ്നെസ് നിലനിർത്തി മരണം എന്ന പ്രക്രിയയിൽ തന്നെ ചലഞ്ച് ചെയ്യുക എന്നതായിരുന്നു ഇക്വേഷൻ ഓഫ് ഡെത്ത് എന്ന പ്രോജക്റ്റ്. പ്രൊഫസർ പറഞ്ഞത് കേട്ട് കഴിഞ്ഞതും ജെസ്സി ഉൾപ്പെടെയുള്ളവരെ ഈ പ്രോജക്റ്റ് പരീക്ഷിക്കാൻ വേണ്ടിയാണ് കൊന്നുകളഞ്ഞതെന്ന് സാറയ്ക്ക് സംശയം തോന്നുന്നു. അങ്ങനെയെങ്കിൽ തങ്ങൾ അന്വേഷിക്കുന്ന കില്ലർ സഞ്ജയോ അല്ലെങ്കിൽ അവനെ അറിയാവുന്ന മറ്റൊരാളോ ആയിരിക്കുമെന്ന് സാറ പ്രൊഫസറിനോട് പറയുന്നു. ശേഷം കോളേജിൽ നിന്നും സഞ്ജയെ കുറിച്ചുള്ള സകല ഡീറ്റെയിൽസും സാറ കളക്ട് ചെയ്യുന്നു. മറുഭാഗത്ത് ബംഗാളിയെ ഉപയോഗിച്ച് കില്ലറിന്റെ രേഖാചിത്രം പോലീസ് തയ്യാറാക്കുന്നത് കാണിക്കുന്നു. ഇതേ സമയം തന്നെ CCTV വിഷ്വൽസും കാൽക്കുലേഷനും വെച്ച് കൂവത്തൂർ എന്നൊരു സ്ഥലത്ത് വെച്ച് ഇരകളെ കൊന്ന ശേഷം കൊലയാളി ബോഡി മറ്റു സ്ഥലങ്ങളിൽ കൊണ്ടിട്ടതാണെന്ന് ജിബ്രാൻ കണ്ടെത്തുന്നു. കൂവത്തൂർ എന്ന പ്രദേശം വിൻഡ്മിൽസ് ധാരാളമുള്ള സ്ഥലമായിരുന്നു. ജിബ്രാൻ തന്റെ ടീമുമായി കൂവത്തൂരിലേക്ക് പുറപ്പെടുന്നതിനൊപ്പം കൂവത്തൂർ സ്റ്റേഷനിലേക്ക് കില്ലറിന്റെ രേഖാചിത്രം അയച്ചു കൊടുക്കുന്നു. തിരച്ചിലിന്റെ ഭാഗമായി കൂവത്തൂർ എസ്ഐയും മറ്റു 2 പോലീസുകാരും കൂടെ വിൻഡ്മില്ലിന് സമീപത്തുള്ള ഒരു പ്രത്യേകതരം ഒറ്റപ്പെട്ട കെട്ടിടത്തിലേക്ക് പോകുന്നു. ആ കെട്ടിടത്തിന് പുറത്ത് കൊലയാളിയുടെ വണ്ടി കിടക്കുന്നത് കണ്ട് SI അത് ജിബ്രാന് ഫോട്ടോ എടുത്ത് അയക്കുന്നു. അത് കണ്ട ഉടൻ തന്നെ ജിബ്രാൻ SIയെ കോൾ ചെയ്യുന്നു. അപ്പോഴേക്കും കോളിംഗ് ബെൽ ശബ്ദം കേട്ട് സഞ്ജയ് പുറത്തേക്ക് വരുന്നു. തന്റെ ഫോണിലുള്ള കില്ലറിന്റെ രേഖാചിത്രവും മുന്നിൽ നിൽക്കുന്നയാളോ ഒന്നാണെന്ന് തിരിച്ചറിഞ്ഞതും SI അക്കാര്യം ലൈനിലുണ്ടായിരുന്ന ജിബ്രാനെ അറിയിക്കുന്നു. മുന്നിൽ നിൽക്കുന്ന പോലീസുകാരന്റെ ഫോണിൽ തന്റെ രേഖാചിത്രം കണ്ടതും കാര്യം മനസ്സിലാകുന്ന സഞ്ജയ് അവരെ ഷൂട്ട് ചെയ്ത് അകത്തേക്ക് കയറി രക്ഷപ്പെടുന്നു. ഇനി ഇവിടെ നിന്നാൽ ആപത്താണെന്ന് മനസ്സിലാക്കി അത്യാവശ്യ സാധനങ്ങൾ സഞ്ജയ് പാക്ക് ചെയ്യുമ്പോഴേക്കും ജിബ്രാനും പോലീസ് ഫോഴ്സും പുറത്തെത്തിയിരുന്നു. പോലീസുകാർ അകത്തേക്ക് കിടക്കുമ്പോൾ ബുദ്ധിപൂർവ്വം അവരെ അപായപ്പെടുത്തി സഞ്ജയ് ഒരു ബൈക്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പക്ഷെ കൃത്യസമയത്താണ് സാറ വണ്ടിയുമായി അവിടേക്ക് വന്ന് സഞ്ജയെ ഇടിച്ചു തെറിപ്പിക്കുന്നത്. ശേഷം പോലീസ് സഞ്ജയെ അറസ്റ്റ് ചെയ്യുകയും ആ കെട്ടിടത്തിൽ നിന്ന് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്ടിന്റെ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്യുകയും ചെയ്യുന്നു. സിയാന്റെ പെറ്റ്കാറ്റായ ബെല്ലയും അവർക്ക് അവിടെ നിന്ന് കിട്ടുന്നു. നെക്സ്റ്റ് സീനിൽ ജിബ്രാൻ സഞ്ജയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. തൊട്ടടുത്ത റൂമിൽ മറ്റു പോലീസുകാർക്കൊപ്പം ഇരുന്ന് സാറയെ ആ ചോദ്യം ചെയ്യൽ കാണുന്നുണ്ടായിരുന്നു. കൊലപാതകങ്ങൾ നടത്തിയതിന്റെ യാതൊരു കുറ്റബോധവും ഇല്ലാതെ പരീക്ഷണത്തിനായി എലികളെ ഉപയോഗിച്ച ലാഘവത്തോടെയാണ് സഞ്ജയ് ജിബ്രാനോട് സംസാരിക്കുന്നത്. പക്ഷെ അപ്പോഴാണ് ഫോറൻസിക് ടീം അവിടേക്ക് വന്ന് ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നത്. ഷാഹിനയുടെ പല്ലിനിടയിൽ നിന്ന് കിട്ടിയ ഹെയർ സാമ്പിൾ സഞ്ജയുടേതുമായി മാച്ചിങ് അല്ലെന്നും മാത്രമല്ല സഞ്ജയുടെ ലാബിൽ നിന്നും സഞ്ജയുടേതല്ലാത്ത മറ്റൊരാളുടെ കൂടെ ഫിംഗർ പ്രിന്റ് ലഭിച്ചിട്ടുണ്ടെന്നും ഫോറൻസിക് ടീം ജിബ്രാനെ അറിയിക്കുന്നു. സഞ്ജയുടെ കൂടെ ഒരു പാർട്ട്ണർ കൂടി ഉണ്ടെന്ന് അറിഞ്ഞതും അവരെല്ലാം ആകെ ഷോക്കാവുന്നു. പക്ഷെ സഞ്ജയോട് ചോദിക്കുമ്പോൾ വളരെ കൂളായിട്ടാണ് അവൻ തനിക്കൊരു പാർട്ട്ണർ ഉണ്ടെന്നും അത് ആൽബിയാണെന്നും അവരോട് പറയുന്നത്. പക്ഷെ ഇത് കേട്ടതും സാറ അത് അപ്പാടെ നിഷേധിക്കുന്നു. സിയാനെ കാണാതായ ദിവസം മുഴുവൻ ആൽബി എന്റെ കൂടെ ഉണ്ടായിരുന്നെന്നും അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് സാറ പറയുമ്പോൾ സിയാനെ ലാബിലാക്കിയതിനു ശേഷമാണ് അവൻ നിന്റെ അടുത്തേക്ക് വന്നതെന്ന് സഞ്ജയ് മറുപടി പറയുന്നു. പിന്നീട് നമ്മളെ ചെറിയൊരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ആൽബിയും സഞ്ജയും ജെസ്സിയും ആംസ്റ്റർ കോളേജ് ബാച്ച്മേറ്റ്സ് ആയിരുന്നു. ഇക്വേഷൻ ഓഫ് ഡെത്ത് എന്ന തന്റെ പ്രോജക്ട് ഐഡിയയെക്കുറിച്ച് സഞ്ജയ് ആദ്യമേ തന്റെ കൂട്ടുകാരായ ജെസ്സിയോടും ആൽബിയോടും ആണ് പറയുന്നത്. നിയർ ഡെത്ത് എക്സ്പെരിമെന്റിലൂടെ ബയോളജിക്കൽ ഡെത്തിന് ശേഷമുള്ള ഹ്യൂമൻ കോൺഷ്യസ്നെസ് ഡീകോഡ് ചെയ്യുക എന്നതായിരുന്നു ആ പ്രോജക്റ്റ്. അതിനുവേണ്ടി മരണത്തെ മുഖാമുഖം കണ്ട പലരിൽ നിന്നും അവരെ വിവരങ്ങൾ ശേഖരിക്കുന്നു. അവരുടെ വാക്കുകളിൽ നിന്നും മരണത്തിന് തൊട്ടു മുമ്പുള്ള അനുഭവത്തെക്കുറിച്ച് അറിഞ്ഞ ജെസ്സിക്ക് അത് നേരിട്ട് അനുഭവിക്കണമെന്ന് അതിയായ ആഗ്രഹം തോന്നുന്നു. അല്പസമയത്തേക്ക് ഹൃദയത്തിന്റെ പ്രവർത്തനം നിർത്തി നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ചെയ്ത ശേഷം ഡീഫൈബ്രിലേറ്റർ ഉപയോഗിച്ച് ജെസ്സിയുടെ ഹൃദയതാളം തിരിച്ചു കൊണ്ടുവരാനാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. ജെസ്സിയുടെ തന്നെ നിർബന്ധപ്രകാരമാണ് പ്രൊപ്പഫോൾ ഇഞ്ചെക്ട് ചെയ്ത് അവളിൽ ആ എക്സ്പെരിമെന്റ് നടത്തുന്നത്. പക്ഷെ പ്രതീക്ഷിച്ചതുപോലെ ഡീഫൈബ്രിലേറ്റർ ഉപയോഗിച്ച് ജെസ്സിയെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അങ്ങനെയാണ് ജെസ്സി മരണപ്പെടുന്നത്. പക്ഷെ എങ്കിലും തങ്ങളുടെ പ്രോജക്റ്റ് ഉപേക്ഷിക്കാൻ അവർ തയ്യാറായിരുന്നില്ല. വർഷങ്ങളുടെ അധ്വാനം കൊണ്ട് അവർ കൂവത്തൂരിൽ സകല സജ്ജീകരണങ്ങളും ഉള്ള ഒരു ലാബ് പണിതുയർത്തുന്നു. പക്ഷെ എക്സ്പെരിമെന്റ് ചെയ്യുന്നതിനായി ആരെ തെരഞ്ഞെടുക്കുമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് മരണത്തെ ആഗ്രഹിക്കുന്ന സൂയിസൈഡ് ടെൻഡൻസി ഉള്ളവരെ തെരഞ്ഞെടുക്കാൻ അവർ തീരുമാനിക്കുന്നത്. അതിനുവേണ്ടി പ്രസാദനം ഉപയോഗിച്ച് പ്രൊപ്പഫോളും സൈക്കാട്രി പേഷ്യൻസിന്റെ ലിസ്റ്റും അവർ ശേഖരിക്കുന്നു.
നീരജിനെ ഷാഹിനെയും തെരഞ്ഞെടുത്തത് എക്സ്പെരിമെന്റ് മാത്രം ലക്ഷ്യം വെച്ചായിരുന്നെങ്കിൽ സിയാനെ തെരഞ്ഞെടുത്തതിന് മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. തനിക്ക് സാറയ്ക്കും ഇടയിലെ തടസ്സം സിയാനാണെന്നും അവനെ ഇല്ലാതാക്കിയാൽ ആരുമില്ലാത്ത അവസ്ഥയിൽ അവൾ പൂർണ്ണമായും തന്നേതാകുമെന്നുള്ള ചിന്ത കൊണ്ടാണ് ആൽബി സിയാനെ സെലക്ട് ചെയ്യുന്നത്. അന്ന് സൽമാന്റെ പെറ്റ് ഷോപ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആൽബി വിളിക്കുന്നത് കേട്ട് അവനോട് സിയാൻ റെസ്പോണ്ട് ചെയ്യുന്ന ശബ്ദമായിരുന്നു വോയിസ് നോട്ടിൽ അവസാനം ഉണ്ടായിരുന്നത്. കൊല്ലപ്പെട്ട ഓരോരുത്തരുടെയും മരണശേഷമുള്ള കോൺഷ്യസ്നെസ് ആ പ്രോജക്റ്റിലൂടെ അവർ ഡീകോഡ് ചെയ്തെടുക്കുന്നു. കൊലപാതകം ചെയ്തതിന് പിടിക്കപ്പെടാതിരിക്കാനാണ് ഓരോ മർഡറും സൂയിസൈഡ് പോലെ അവർ ഫ്രെയിം ചെയ്യുന്നത്. ഈ പ്രോജക്റ്റ് തുടരാൻ കഴിഞ്ഞാൽ മരണശേഷമുള്ള ഹ്യൂമൻ കോൺഷ്യസ്നെസ് ഏതൊരു എക്യുപ്മെന്റിലേക്ക് റീപ്ലാന്റ് ചെയ്യാൻ സാധിക്കുമെന്നും അങ്ങനെ മരണത്തെ പോലും ഇല്ലാതാക്കാൻ കഴിയുമെന്നും സഞ്ജയ് അവരോട് പറയുന്നു. ചെയ്തതിലൊന്നും ലെവലേശം കുറ്റബോധം ഇല്ലാത്ത സഞ്ജയുടെ സംസാരം കേട്ട് ജിബ്രാന് ശരിക്കും അത്ഭുതം തോന്നുന്നു. ഇനിയും കൂടുതലൊന്നും കേൾക്കാൻ നിൽക്കാതെ അപ്പോഴേക്കും സാരയ് അവിടെ നിന്ന് പുറത്തേക്ക് നടക്കുന്നു. സഞ്ജയിൽ നിന്ന് തന്നെ സത്യങ്ങളൊക്കെ അറിഞ്ഞതുകൊണ്ട് ക്വസ്റ്റ്യനിങ് പൂർത്തിയാക്കി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ആൽബിയെ കൊന്നത് ആരാണെന്ന ചോദ്യം ജിബ്രാൻ സഞ്ജയോട് ചോദിക്കുന്നത്. പക്ഷെ സഞ്ജയ് അതിന് മറുപടിയൊന്നും പറയുന്നില്ല. ഈ സമയം നമ്മളെ ചെറിയൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. സിയാന്റെ വോയിസ് നോട്ടിലെ അപരിചിതന്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അത് തനിക്ക് പരിചയമുള്ള ആരുടെയോ ആണെന്ന് സാര തിരിച്ചറിയുന്നു. ആ ശബ്ദം ആൽബിയുടേതാണോ എന്ന് സംശയം തോന്നുന്നു സാര ആൽബിയുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ വെച്ച് സിയാന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയ അതേ സമയം അതേ ടവർ ലൊക്കേഷനിൽ ആൽബി ഉണ്ടെന്ന് കണ്ടെത്തുന്നു. തുടർന്ന് ആൽബി അറിയാതെ തന്നെ അവന്റെ ഫിംഗർ പ്രിന്റും DNA സാമ്പിളും കളക്ട് ചെയ്ത് അത് കില്ലറിന്റേതാണെന്ന് ഉറപ്പിക്കുന്നു. ആൽബിയുടെ കൂടെ മറ്റാരോ കൂടി ഉണ്ടെന്ന് മനസ്സിലായെങ്കിലും അവരുടെ മോട്ടീവ് എന്തെന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിലും ആൽബിയെ ഇനിയും ജീവനോടെ വിടാൻ സാറയ്ക്ക് കഴിയുമായിരുന്നില്ല. അങ്ങനെ സാറയാണ് ആൽബിയുടെ ഫ്ളാറ്റിൽ വെച്ച് തന്നെ അവനെ കൊലപ്പെടുത്തുന്നത്. ഇതേസമയം മറുഭാഗത്ത് ജിബ്രാൻ ആകട്ടെ സത്യങ്ങളൊക്കെ ഊഹിച്ചെടുക്കുന്നെങ്കിലും സാറയെ കൂടെ കേസിൽ ഉൾപ്പെടുത്താൻ അയാൾക്ക് മനസ്സ് വരുന്നില്ല. ആൽബിയുടെ കൊലയാളിയെ കണ്ടെത്താതെ തന്നെ ജിബ്രാൻ കേസ് ക്ലോസ് ചെയ്യുന്നു. ശേഷം ലാബിൽ നിന്ന് വീണ്ടെടുത്ത ബെല്ലയെ ജിബ്രാൻ സാറയെ ഏൽപ്പിക്കുന്നു. അങ്ങനെ എല്ലാം അവസാനിപ്പിച്ച സംതൃപ്തിയിൽ സാറ ബെല്ലയും കൂട്ടി ഒരു യാത്ര പോകുന്നത് കാണിച്ചാണ് ഈ മൂവി അവസാനിക്കുന്നത്. അപ്പൊ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ മൂവി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടവരിൽ തീർച്ചയായിട്ടും ഈ മൂവിയെക്കുറിച്ചും എന്റെ എക്സ്പ്ലനേഷനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് എന്ത് തന്നെയാണെങ്കിലും കമന്റ്സിലൂടെ അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ വീണ്ടും കാണാം.